ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കമൻസ് ആയിട്ട് വന്ന കുറച്ച് ഡൗട്ട്സിൻ്റെ ക്ലിയറൻസ് കൊടുക്കാം. ആദ്യത്തെ ഡൗട്ട് വന്നിട്ട് TF ജേർണിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ ജേർണിയിൽ അല്ലാത്തവർക്ക് മെഡിറ്റേഷൻ, ഇന്നർ വർക്ക്, സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ആക്ച്വലി ഇതിൻ്റെ ഉത്തരം നമ്മൾ സ്വയം ചോദിച്ച് നോക്കാവുന്നതാണ്. ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെ ഫീൽ ആവുന്നത്, അല്ലേ? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സ്പിരിറ്റിനെ അറിയുക അല്ലെങ്കിൽ നമ്മളുടെ സോളിനെ അറിയുക. ഇത് ഒരു റിലീജിയനേക്കാളും ഉപരിയായിട്ടാണ്. അതായത് നമ്മളെ അറിയുക, നമ്മളെ അറിയുന്നതിലൂടെ നമ്മൾ യൂണിവേഴ്സിനെ അറിയുക, യൂണിവേഴ്സിലേക്ക് കണക്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആളൊന്ന് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് നമ്മൾ അവേക്കനിങ്ങിലേക്ക് കഴിഞ്ഞിട്ടല്ലേ. അതിന് മുമ്പുള്ള അവരുടെ ഒരു ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളോട് ആരോടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഈ ഒരു അവേക്കനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് വന്നിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ചോ ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞു തന്നാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. സെയിം തിങ് ആണ്. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ അനുഭവങ്ങളിലൂടെ ഫീൽ ആവുന്ന കാര്യമാണ്. നമ്മൾ ലോജിക്കലി ഒരു സർട്ടിഫൈഡ് തിങ് ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആ പാതയിലൂടെ നടക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, മാം, ഞാൻ എൻ്റെ വീട്ടിലുള്ള ചിലവരുമായി ചെറിയ ഒരു ഈഗോ പ്രോബ്ലം ആയി ഉണ്ടായിരുന്നു. കർമ്മ ക്ലിയർ ആൻഡ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ അത് കൂടി. അവരുടെ കൂടുതൽ ദേഷ്യമോ ഒക്കെയായി അവർ കൂടുതൽ ട്രിഗർ ചെയ്യാൻ തുടങ്ങി. എന്താ മാം ഇങ്ങനെ? നമ്മൾ പല ഇഷ്യൂസും ഹീൽ ചെയ്യുമ്പോൾ ആദ്യം അത് സർഫേസിലേക്ക് വന്ന് കൂടിയിട്ടായിരിക്കും പല കാര്യങ്ങളും. അതായത് ഒരു പീക്ക് സ്റ്റേജിൽ അത് നമ്മൾ ട്രിഗർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് ഹീലാവുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ റൂട്ട് കോസ് അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ആ ഒരു ഡെപ്തിൽ, അതായത് ആ ഒരു റൂട്ട് കോസോടെ നമ്മൾ ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഹീൽഡ് ആണെന്ന് വിശ്വസിക്കും. അങ്ങനെയുള്ള ഇഷ്യൂസിലും ഈ ട്രിഗേഴ്സ് കിട്ടാവുന്നതാണ്. പിന്നെ വന്നിട്ട് അവർ നമ്മളെ ട്രിഗർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് ഇനിയും അൺഹീൽഡ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസം ഈ കോഡ് കട്ടിങ്ങും കർമ്മ ക്ലിയറൻസും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 21 ദിവസമാണ് മിനിമം. അപ്പോൾ ചെയ്യുമ്പോഴാണ് ടോട്ടലായിട്ട് ഹീലാവുന്നത്. ആ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ആൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി മുമ്പോട്ട് ചെയ്യണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇൻഡ്യൂഷൻ തന്നെ ഗൈഡ് ചെയ്യും. അപ്പോൾ ഈ 21 ഡേയ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ട്രിഗേഴ്സിൽ വരാവുന്നതാണ്. എന്നാൽ അതിനെയൊക്കെയും നമ്മൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു ഇൻറ്റൻഷനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിനെ ടോട്ടലായി ഹീൽ ആക്കി എടുക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, മാഡം രാത്രി എന്നും 1 മണിക്ക് എണ്ണീക്കുന്നു. അവരെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ എണ്ണീക്കുന്നത്. അവരെ എന്ന് പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിമിനെ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരികയാണ്. നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സെപ്പറേഷനിലേക്ക് വരുമ്പോൾ, അല്ലേ? ഇവിടെ ആദ്യം വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ സർഫേസിൽ വരും. അപ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ ആണ് ആദ്യം തെറ്റുന്നത്. ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി ഇഷ്യൂസ്, അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിട്ട്, ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നമായിട്ടൊക്കെയും വരുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഹീലാവുമോ അതിൻ്റെ അനുസരിച്ച് അത് ആ ഒരു ഈ 1 മണിക്ക് എഴുന്നേൽക്കുക, 2:30 എഴുന്നേൽക്കുക ഉള്ള കാര്യങ്ങൾ അത് തന്നെത്താനെ അങ്ങ് മാറിക്കോളും. അതായത് ആ പാറ്റേൺ അങ്ങ് ചേഞ്ച് ആയിക്കോളും. നമ്മൾ ഹീലിങ്ങിലാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ,
സൂര്യ നമസ്കാരം 12 പ്രാവശ്യം ചെയ്യാറുണ്ട്. 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ മടിയാണ്. അത് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അതുപോലെ തന്നെ ഈ 7 ചക്ര റിലേറ്റഡ് ഇനിയൊരു ഡൗട്ട് വന്നിരിക്കുന്നത് 7 ചക്ര ഹീലിംഗ് 6 മണിക്ക് രാവിലെ 6 മണിക്ക് മുന്നേ ചെയ്യണമെന്നുണ്ടോ? രാവിലെ സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ 7 ചക്ര ഹീലിംഗ് ചെയ്യാൻ ഈ ജേർണിയിൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം, ഇതൊരു എനർജറ്റിക് സെൻറ്റേഴ്സാണ്. ഈ 7 ചക്രാസിനോടാണ് നമ്മുടെ എല്ലാ നാഡികളും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് ഇത് മേജർ സെൻറ്റേഴ്സാണ്. ഇവിടെ നിന്നാണ് നമ്മൾക്ക് എനർജി നമ്മുടെ ശരീരത്തിൽ ഫ്ലോ ആവുന്നത്. ഇതിൻ്റെ കൂടെ കണക്റ്റഡാണ് നമ്മുടെ ശ്വാസവും, ബ്രീത്തും. അപ്പം ശ്വാസം ഇല്ലെങ്കിൽ സോളിന് ഈ ബോഡിയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സോൾ ഈ ബോഡിയിൽ നിൽക്കണമെങ്കിൽ ശ്വാസം കാണണം. ഈ ബോഡിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഫിസിക്കലായിട്ടും സോൾ ലെവലിലും എനർജറ്റിക് ലെവലിലും കാണരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ ഈ എനർജറ്റിക് സെൻറ്റേഴ്സിനെ ഹീലാക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ 7 ചക്ര ഹീലിംഗ് ചെയ്യണമെന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. ഇത് ഒത്തിരി വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ എനർജറ്റിക് സെൻറ്റേഴ്സിനെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് സൂര്യ നമസ്കാരം. തീർച്ചയായിട്ടും സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ 7 ചക്രാസ് ബാലൻസ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു നെർവസ് സിസ്റ്റം ഒക്കെയും റിലാക്സ്ഡ് ആയിട്ട് ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ 7 ചക്രൻ്റെ മെഡിറ്റേഷൻ നമ്മൾ ആ ഒരു ബീജ് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ എനർജറ്റിക് സെൻറ്റേഴ്സിലേക്ക് ഡയറക്റ്റ് ഒരു ഫ്ലോ, എനർജിയുടെ ഫ്ലോ നമ്മുടെ ബ്രീത്തിലൂടെ, നമ്മുടെ ശ്വാസത്തിലൂടെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സൂര്യ നമസ്കാരം ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല പറയുന്നത്. അതിനേക്കാളും കൂടുതൽ, അതായത് അതിനേക്കാളും വേഗത്തിലൊരു പ്രോസസ്സിൽ നമ്മൾക്ക് നമ്മുടെ എനർജറ്റിക് സെൻറ്റേഴ്സിലുള്ള ബ്ലോക്സിനെ സർഫേസിൽ കൊണ്ടുവന്നിട്ട് ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ചക്ര മെഡിറ്റേഷനാണ് ഹെൽപ്ഫുൾ ആവുന്നത്. അതുകൊണ്ടാണ് ഈ ജേർണിയിൽ 7 ചക്ര മെഡിറ്റേഷൻ വിത്ത് ബീജ് മന്ത്ര കൃത്യമായി ചെയ്യണമെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ രാവിലെ ചെയ്യണം. രാവിലെ 7 ചക്ര 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം. കാരണം രാവിലെ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സൽ എനർജീസുമായിട്ട് കണക്റ്റഡ് ആവാൻ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു 7 ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എനർജറ്റിക് സെൻറ്റേഴ്സിലുള്ള, ശരിക്കും പറഞ്ഞാൽ റിപ്പയർ ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എനർജീസിൻ്റെ ഓവർഫ്ലോ ആവാം. പലപ്പോഴും അത് ഉള്ളിൽ കിടക്കുന്ന പല തരത്തിലുള്ള ഇഷ്യൂസും സർഫേസിൽ അതായത് നമ്മൾ ഈ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വരും. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ട് കിടന്നാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫിയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ട്രാമയുണ്ടെന്ന് പറഞ്ഞാൽ, അത് സർഫേസിൽ വന്നാൽ നമ്മുടെ ആ പാറ്റേൺ മൊത്തം ഡിസ്റ്റർബ് ആവും. ഉറക്കത്തിൻ്റെ പാറ്റേൺ ഡിസ്റ്റർബ് ആവും. നമുക്ക് പിന്നെ ആങ്സൈറ്റി ഇഷ്യൂസ് വരാം. അതായത് എനർജറ്റിക് ബ്ലോക്കേജസ് സർഫേസിൽ വരുന്നത് കൊണ്ട് നമുക്ക് ആ എനർജീനെ എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് അറിയില്ല ഉറങ്ങുമ്പോൾ. അതേസമയം രാവിലെ ആണെങ്കിൽ നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മേ ബി ഒരു ചെറിയ തരത്തിലൊരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിസിക്കൽ ബോഡിയിലേക്ക് അങ്ങനെ വന്നിട്ടുള്ള എനർജീസിനെ റിലീസ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ വാക്കിങ്ങിന് പോകാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഫിസിക്കൽ ബോഡി ഒരു ആക്ടിവേഷനിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള എനർജീസ് ഒരു പക്ഷേ നമ്മളുടെ എനർജറ്റിക് സെൻറ്റേഴ്സിൽ നിന്നും റിലീസ് ആവണമെങ്കിൽ അത് ആ ഒരു ഫിസിക്കൽ ബോഡിയിൽ നിന്നും കൂടെ അങ്ങ് റിലീസായി പോകും. അതുകൊണ്ടാണ് രാവിലെ ചെയ്യാനായിട്ട് പറയുന്നത്. അടുത്ത ഒരു ഡൗട്ട് വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ പറ്റിയില്ല, ആ ദുഃഖം പൂർണ്ണമായും മാറുവാൻ
ഏത് ഇന്നർ വർക്കാണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലാണ്, ഒരു സോൾ ജേർണിയിലാണ്, ഏതെങ്കിലും ഒരു സോൾ ജേർണിയിലാണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊക്കെയും ചൂസൺ വൺസ് ആണ്. നമ്മളുടെയൊക്കെയും ലൈഫിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യവും വലിയ കാര്യവും ഡിവൈനാൽ ഗൈഡ് ചെയ്യപ്പെട്ടാണ്, ഡിവൈൻ്റെ ഡയറക്ഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഏതോ ഒരു സൂപ്പർ പവർ ഉണ്ട്, ആ ഒരു സൂപ്പർ പവറിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റിൽ. അതായത് നമ്മുടെ സോള് ചൂസ് ചെയ്തുകൊണ്ട് വന്ന കാര്യം. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ട് എന്നതിൽ കൂടുതൽ നമ്മുടെ സോൾ സ്പിരിറ്റ് വേൾഡിലുള്ളപ്പോഴൊക്കെയും ചൂസ് ചെയ്ത് ഞാൻ ഈ ജന്മത്തിൽ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പർപ്പസിന് അലൈൻ ആവാത്ത ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ജേർണിയിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടു, ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കുറേ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് നമുക്കൊരു ഏജ് ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു പർപ്പസിന് സൂട്ട് ആവാത്തത് കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു അനുമതി ഡിവൈനിൽ നിന്നും കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുക, ഒരു അവയർനെസ്സിലേക്ക് വരിക. അതല്ല, കുറേ കോഴ്സുകളുണ്ട്, നമ്മൾക്ക് അങ്ങനെ ഒരു പ്രായപരിധിയൊന്നുമില്ല, നമ്മൾക്ക് ഏതൊരു സമയത്തും ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകളാണെങ്കിൽ അത് ഉള്ളിൽ നിന്നൊരു ഫിയറുണ്ട്, ഇപ്പോൾ ചെയ്താൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ള ഒരു ഫിയറൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കുറേ കോഴ്സുകൾ ചെയ്യാതിരിക്കാറുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആ ഫിയറിനെ ഫേസ് ചെയ്യുക. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഫിയറിനെ നമ്മൾ ഫേസ് ചെയ്ത് അതിനെ ലെറ്റ് ഗോ ചെയ്ത് ഫിയർലെസ് ആയി കഴിയുമ്പം നമുക്ക് ആ ഒരു ഔട്ടർ വേൾഡിലുള്ള കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ടൊരു സ്പെഷ്യലായിട്ട് ഇന്നർ വർക്കൊന്നുമില്ല. അവയർനെസ്സിലേക്ക് വരിക, ആ ഒരു ലോവർ സെൽഫിൽ കിടക്കുന്ന ആ ഒരു പെയിനിനെ, കാരണം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകും. അത് അലൈൻഡ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കുന്നത്. ആ ഒരു അവയർനെസ്സിലേക്ക് വന്നിട്ട് ആ ഒരു കാര്യത്തെ ലെറ്റ് ഗോ ചെയ്യുക. അതെല്ലാം ഇപ്പോൾ പഠിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്ത് ഫിയർലെസ് ആയിട്ട് ആ കാര്യത്തിലേക്ക് പഠിക്കാൻ പോവുക. ഇത് 2 കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. 18-ാം തീയതി തൊട്ട് 5 ദിവസത്തേക്ക് ഒരു ഇന്നർ വർക്ക് സീരീസ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് എനർജി എക്സ്ചേഞ്ച് ഉള്ളതാണ്. രാത്രി 9 മണി തൊട്ട് 10 മണി വരെയാണ് വർക്ക്ഷോപ്പ്. കമ്മ്യൂണിറ്റി പോസ്റ്റും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും ഇതിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.